നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും കൂടെ ഇറാനെ ഇപ്പോൾ ആക്രമിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമീനിയെ വധിക്കുകയും ചെയ്തു. അങ്ങനെ മൊസാദ് ഒരു തന്ത്രപരമായ ഒരു നീക്കമൊക്കെ നടത്തിയിട്ടാണ് ഖമീനിയെ കൊന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ അതീവ ജാഗ്രതയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷ പരാമർശമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇറാന് നേരെ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രയേലും ആക്രമണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. ഉടനെ യുദ്ധമൊക്കെ നിർത്തണമെന്നൊക്കെയാണ് MA ബേബി പ്രസ്താവിച്ചത്. ഇപ്പോൾ നിലവിൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സോണിയാഗാന്ധി പൊട്ടിക്കരയുകയാണ്. കാരണം ഇസ്രയേലിന് അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു, ഖമീനിയെ വധിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ഔദ്യോഗികമായ ഒരു പ്രസ്താവനയും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ ഒന്നും ഇറാനെ പിന്താങ്ങിക്കൊണ്ട് ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അത് വലിയൊരു കുറ്റമായി കണ്ടുകൊണ്ടാണ് സോണിയാഗാന്ധി ഇപ്പോൾ ഇറാന് നേരെ ഒന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി അവിടെ കിടന്ന് കരയുകയാണ് ചെയ്യുന്നത്. ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുകയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുകയും ചെയ്തത് പശ്ചിമേഷ്യയെ ആകമാനം യുദ്ധത്തിലേക്കാണ് എടുത്തെറിയപ്പെട്ടത്. എന്നിരുന്നാലും ഖമേനിയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന ഒന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി സർക്കാരിന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മോദി സർക്കാരിന്റെ മൗനത്തിൽ അവർ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും വിദേശ നയത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. മാർച്ച് 1 ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവായ ഖമേനിയും US-ഉം ഇസ്രയേലെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചതായി ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചർച്ചകൾക്കിടയിൽ ഒരു നിലവിലെ രാഷ്ട്രതലവന്റെ കൊലപാതകം ഇന്നത്തെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ വലിയ വിള്ളലിനെ എടുത്തു കാണിക്കുകയാണ്. ഈ സംഭവത്തിന്റെ ഞെട്ടലിനപ്പുറം തുല്യമായ ശ്രദ്ധേയമായത് ഡൽഹിയിലെ ഒരു നിശബ്ദതയാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ ഭാഷ്യം. കൂടാതെ ഖമേനിയുടെ കൊലപാതകത്തെയോ ഇറാന്റെ പരമാധികാര ലംഘനത്തെയോ ഇന്ത്യൻ സർക്കാർ അപലപിക്കുന്നില്ല എന്നാണ് സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തത്. തുടക്കത്തിൽ US-ഇസ്രയേൽ ആക്രമണത്തെ അവഗണിച്ച പ്രധാനമന്ത്രി UAE-യിൽ ഇറാൻ നടത്തിയ പ്രതികാര നടപടിയെ അപലപിക്കുന്നതിലേക്ക് ഒതുങ്ങി. അതിനു മുമ്പുള്ള സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചില്ല. പിന്നീട് പ്രധാനമന്ത്രി ആഴത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും സംവാദത്തിനും നയതന്ത്രത്തിനും ആഹ്വാനം ചെയ്യുകയും ചെയ്ത പൊതുവായ പ്രസ്താവനകൾ നടത്തിയെന്നുമാണ് സോണിയാഗാന്ധി പറയുന്നത്. കൂടാതെ ഇസ്രയേൽ ഇറാൻ യുദ്ധം മൗനം പാലിക്കുന്നത് നിഷ്പക്ഷമല്ലെന്നും കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇതിനു പുറമെ പ്രധാനമന്ത്രി മോദിയുടെ ഇസ്രയേൽ സന്ദർശനത്തെ ചോദ്യം ചെയ്ത സോണിയാഗാന്ധി ഈ സമയം ആശങ്ക വർദ്ധിപ്പിക്കുന്നതിനായി പറഞ്ഞു. കൊലപാതകത്തിന് 48 മണിക്കൂർ മുമ്പ് പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് എത്തിയിരുന്നു. ഗാസ സംഘർഷത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ മരണത്തിൽ ആഗോളതലത്തിൽ പ്രതിഷേധം ഉയർന്നിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള പിന്തുണ അദ്ദേഹം വ്യക്തമായി ആവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് പങ്കാളികളായ റഷ്യ, ചൈന, ആഗോള ദക്ഷിണേഷ്യയിലെ മിക്ക രാജ്യങ്ങൾ എന്നിവ അകലം പാലിച്ച സമയത്ത് വ്യക്തമായ ധാർമ്മിക നിലപാടുകൾ ഇല്ലാതെ ഇന്ത്യ ഉയർന്ന രാഷ്ട്രീയ പിന്തുണ പ്രകടിപ്പിക്കുന്നത് അസ്വസ്ഥ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ സംഭവത്തിന്റെ അനന്തരഫലങ്ങൾ ഭൂരാഷ്ട്രത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. ഈ ദാരുണമായ സംഭവത്തിന്റെ ആഘാതം ഭൂഖണ്ഡങ്ങളിൽ ഉടനീളം അനുഭവപ്പെടുന്നുവെന്നും ഇന്ത്യയുടെ മനോഭാവം ഈ ദുരന്തത്തിന് മൗന പിന്തുണ നൽകുന്നുവെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. കൂടാതെ ഇറാനിയൻ മണ്ണിൽ നടന്ന ബോംബാക്രമണങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുന്നതായും സോണിയാഗാന്ധി പറയുന്നുണ്ട്. ഇറാനിയൻ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ഷിയ സമൂഹങ്ങൾക്കും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നുവെന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യയുടെ വിദേശ നയമെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. പരമാധികാര സമത്വം, ഇടപെടാതിരിക്കൽ, സമാധാനം പ്രോത്സാഹിപ്പിക്കൽ എന്നീ തത്വങ്ങൾ ചരിത്രപരമായി ഇന്ത്യയുടെ നയതന്ത്ര സ്വത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിനാൽ നിലവിലെ നിശബ്ദത തന്ത്രപരമായി മാത്രമല്ല നമ്മുടെ പ്രഖ്യാപിത തത്വങ്ങൾക്ക് വിരുദ്ധമായും തോന്നുന്നുവെന്നാണ് സോണിയ വ്യക്തമാക്കുന്നത്. അതേസമയം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഞായറാഴ്ച മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹാൻ, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ,
ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ എന്നിവരുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരവെയാണ് സോണിയയുടെ മുതലെടുപ്പ് രാഷ്ട്രീയം അരങ്ങേറുന്നത്.